ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഇരുന്നിട്ട് വിചാരിച്ചു ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെല്ലാം കൂടി ഒന്ന് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ, കാരണം കുറച്ച് അധികമായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, വീട്ടിലാരുമില്ല. അതുപോലെ തന്നെ നേരത്തെ എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് മോക്ക് കഴുകി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇന്നാണെങ്കിൽ വീട്ടിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. കുറച്ചായി ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എല്ലാ റൂമിലെ ബെഡ്ഷീറ്റിന് എടുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉമ്മയാണെങ്കിൽ രാവിലെ തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ എനിക്ക് എടുത്ത് കഴിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ആരുമില്ലെങ്കിൽ എനിക്ക് വേഗം ജോലി നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പമ്മി ഇരുന്ന് കുറേ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ജോലി എടുക്കുള്ളൂ. ഉമ്മയുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്, അതിനും മടിയാണ് എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡൊക്കെ എടുത്തു. ഫുഡിന് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പുട്ടും അതുപോലെ പരിപ്പും അച്ചാറും കട്ടൻ ചായയാണ്. അപ്പോൾ ഒരു അടിപൊളി മീലാണ്. കാരണം എനിക്ക് അച്ചാറുള്ളപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാനാണ്. കാരണം നല്ല രുചിയാണല്ലോ, നല്ല ടേസ്റ്റാണ്. ഞാൻ എന്ത് ഫുഡും ഉണ്ടെങ്കിലും ഈ സംഭവം എടുക്കലുണ്ട്. അങ്ങനെ ഞാൻ വെക്കാൻ റെഡിയായി അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും അവൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ഇവിടെ നായരമ്പലത്തിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഒരു മന്തി ഷോപ്പായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് ചെന്നു പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുത്തു. ഫുഡൊക്കെ സെറ്റാണ്, അടിപൊളി ഫുഡാണ് അവിടുത്തെ. അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടും എന്തിനാ അങ്ങനെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ മാലിപ്പുറത്തോട്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അവൻ്റെ ഒരു സ്പീക്കർ കൊടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ടും ഉണ്ട്. ഞാൻ കുറേ പേരെ ഫോട്ടോസിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ എൻ്റെ വിചാരം ഇത് എറണാകുളത്തെങ്ങോ ആണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഈ അടുത്ത് തന്നെയുള്ള സ്ഥലമായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങി 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും എനിക്കത് കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോണ വഴിക്കാണ് നമ്മൾ സുഡിയോ. അപ്പോൾ സുഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കയറിയത്. വേറെ ഒന്നുമല്ല, അവിടെ 99 റുപ്പീസിൻ്റെ ഒരു ഷവർ ജെല്ലുണ്ട്, ഒരു അടിപൊളി ഷവർ ജെല്ലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ സംഭവം. അപ്പോൾ ഇതെന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനാണെന്നും പറഞ്ഞാണ് ഞാൻ കയറിയത്. അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ള സെയിം സ്റ്റോക്ക് തന്നെയാണ് വന്നേക്കണത്. എന്നാൽ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണാണ്ട് ഒരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് മിക്ക സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും വേണ്ട. എന്തിനാണ് വേണ്ട കൊണ്ടുപോണ്ട അടുത്ത. അങ്ങനെ എൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നതിന് പൂർത്തിയാക്കി. ഞാൻ അവനെ സോപ്പിട്ട് കയ്യിലെടുത്ത് കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവനും എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മേലുള്ള മെൻ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെയാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടെ തന്നെ കിഡ്സിൻ്റെയും കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ബോയ്സിൻ്റെ ഓവർസൈസ് ടീഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കി 2 ഡ്രസ്സ് അവനും കുഴപ്പമില്ല. ശരി, ഇറങ്ങണോ? ബില്ല് ഷർട്ട് എന്ത് കളഞ്ഞ കളി. എന്തെടോ നന്നാവാത്തേ. അപ്പോൾ കൈ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചേച്ചിന് ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? പറയും. അല്ല, ഇത് നിൻ്റെയിലും ഇതെൻ്റെയിലും കുഴിഞ്ഞെടുത്തോളൂ. സന്തോഷമായി നടന്നോ? അങ്ങനെ സുഡിയോന്ന് കുറേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനും എനിക്കാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഞാൻ വാങ്ങിയേക്കുന്നത്. കുറേ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവൻ എന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് സേഫ് ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നക്ഷയിൽ പോകണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, നേരെ അങ്ങ് ഫയൽ കൊടുത്ത് അങ്ങനെ ഇറങ്ങി. കാരണം നമ്മുടെ അടുത്ത് തന്നെ ഒരു അക്ഷയ, പക്ഷേ ആ ടൈമിൽ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ചെന്നു. എൻ്റെ ഒരു പാൻ കാർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നങ്ങനെ പാൻ കാർഡ് ശരിയായില്ല ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ സ്ഥലത്തോട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അക്ഷയ
ഓട്ടോറിക്ഷയിൽ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഉമ്മച്ചിനെയും കണ്ട് യാത്ര പറഞ്ഞ് നേരെ അങ്ങ് പോയപ്പോഴേക്കും വണ്ടിക്ക് പെട്രോൾ ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ പെട്രോൾ പമ്പിൽ കയറിയതാണ്. ഞങ്ങളുടെ അടുത്തുള്ള പെട്രോൾ പമ്പാണ്, ഞാൻ എപ്പോഴും പോകുന്നതാണ്. പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വൈബ്. അവിടുത്തെ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് നമ്മളോട് ഭയങ്കര കമ്പനിയായിട്ട്, നമ്മൾ വീഡിയോ എടുക്കണോണ്ടാവുന്നു ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇത്രയും കമ്പനിയായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ അക്ഷയയിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വണ്ടി നിർത്തി അവനും ഇതുപോലെ പാൻ കാർഡ് ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായതാണ്. അവൻ്റെ ഒന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കാണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ റെയിൻകോട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ 100 രൂപയുടെ റെയിൻകോട്ട് മേടിച്ച് കയ്യിൽ വെച്ചു. അന്നാണെങ്കിൽ മഴ പെയ്തുമില്ല. എന്നാൽ പോലും എനിക്ക് എത്തേണ്ടടുത്ത് കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിന്ന് പാസ്പോർട്ട് ഓഫീസിലോട്ടാണ് നെക്സ്റ്റ് പോയത്. എൻ്റെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. 4 മണിക്കായിരുന്നു എനിക്കെടുത്ത അപ്പോയിൻമെൻറ്റ്. ഒരു 3:58 ആയപ്പോഴേക്കും എന്നെ അവൻ അവിടെ എത്തിച്ചു. അങ്ങനെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് കയറി. എനിക്കതിന് വൻ ടെൻഷനായിരുന്നു. ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കുറേ പേരോട് ചോദിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഉള്ള കണ്ട സർട്ടിഫിക്കറ്റ് മൊത്തം എടുത്തിട്ട് ബട്ട് എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം ശരിയായി. ഓക്കെയാ? അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പ്, കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ട് എപ്പോൾ അവൻ പുറത്ത് പോയാലും എനിക്ക് അപ്പോൾ ഫുഡ് വേണം. അതുകൊണ്ടിട്ടാണ് അവൻ ചിരിക്കണത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് കറങ്ങണ ചിക്കൻ തിന്നാൻ ഭയങ്കര ആഗ്രഹം. അത് ഞങ്ങൾ നോക്കി കുറേ സ്ഥലങ്ങളിൽ പോയെങ്കിലും എവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം ഈ കടയിലോട്ട് ചെന്നു. അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് വനിലാകായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമ്മുടെ സാധനം എത്തിയത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വീടെടുക്കുമ്പോൾ ഇത്ര നാളില്ലാത്ത ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല, പക്ഷെ ഭയങ്കര നാണമായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം കിട്ടിയത്. ഒരു 2 ലൈവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണി തക്കം കിട്ടിയ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യലാണ് ഉള്ള മെയിൻ പണിയിട്ടാ. ഫോണിൽ പെണ്ണാക്കൂല. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് കിട്ടിയത്. കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു എത്ര ടൈം എടുക്കുന്നു. കാരണം അത്രയ്ക്ക് വിശന്ന് പൊരിഞ്ഞാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ചോദിച്ചു എത്ര ടൈം എടുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ തരാമെന്നാണ്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത് വേറെ ആൾക്കാർ വന്ന് അവർക്കും ഫുഡ് കിട്ടി. അവരുടെ ഫുഡ് അടിയും കഴിഞ്ഞ് പോയിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഫുൾ ഷവായാണ് പറഞ്ഞത്. പക്ഷേ എന്നെക്കൊണ്ട് അത് ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫുഡാണെങ്കിൽ ഞാൻ അത് പാഴ്സലാക്കി. കാരണം വീട്ടിൽ ചെന്നതിന് എന്തായാലും എനിക്ക് വിശക്കും. അപ്പം ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി എന്തായാലും മറൈൻ ഡ്രൈവിൽ നിർത്തണം. അവിടെ പോയിട്ട് എനിക്ക് മറ്റേ ഉപ്പിലിട്ട മാങ്ങ കഴിക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവനവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് അവിടെ നിർത്തി തന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു മാങ്ങ അങ്ങ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഉപ്പിലിട്ട മാങ്ങ തന്നെ അങ്ങോട്ട് എടുത്തു. പക്ഷേ അതാണെങ്കിൽ കുറച്ചൊന്നും മധുരിപ്പുണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ ഒരു എലി നിൽക്കുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കും സംഭവം അറിയാം അത്രയൊക്കെ ഹൈജീൻ ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ തന്നെ ഒരു അവൽ മിൽക്കും മേടിച്ചു, പാഴ്സലാക്കി അവൽ മിൽക്കോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.